ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിപ്പ് PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. LDC LGSന് തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള 50 ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ വസ്തുതകളുമാണ് ഈ ഒരു സെഷനിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. വീഡിയോ മൊത്തമായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതേപോലുള്ള ക്ലാസ്സുകൾക്കായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ് ചെയ്തേക്കുക. അതേപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ അംഗമാവുക. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോയാലോ. ഒന്നാമത്തെ ചോദ്യം, 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തോടനുബന്ധിച്ച് ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിക്കപ്പെട്ട മുഗൾ വംശജൻ ആരായിരുന്നു? ഓക്കെ, അപ്പോൾ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തോടനുബന്ധിച്ച് ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിക്കപ്പെട്ട മുഗൾ വംശജൻ ആരായിരുന്നു? ഓപ്ഷൻ നോക്കി: നാനാ സാഹിബ്, താന്തിയ തോപ്പി, ബഹദൂർ ഷാ രണ്ടാമൻ, മൗലവി അഹമ്മദുള്ള. ആരാണ്? ഓപ്ഷൻ സി, ബഹദൂർ ഷാ രണ്ടാമനാണ്. നമുക്കറിയാം, ഇന്ത്യയിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരമായി കണക്കാക്കുന്നത് 1857 സ്വാതന്ത്ര്യ സമരമാണ്. സൈനിക മേധാവികൾക്കെതിരെ സംഘടിതമായ രീതിയിൽ കലാപങ്ങൾ ആരംഭിച്ചത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മീററ്റിലാണ്. മീററ്റിലെ പട്ടാള താവളത്തിലെ ശിപായികൾ കലാപം ആരംഭിച്ചത് ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നാണ് ആരംഭിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1857 മെയ് 10-നാണ്. ഇന്ത്യയിൽ മുഗൾ ഭരണത്തിന് പൂർണ്ണമായ പതനത്തിന് കാരണമായ വിപ്ലവം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവും ഏതു തന്നെയാണ്? 1857 സ്വാതന്ത്ര്യ സമരമാണ്. ഇനി നമുക്ക് 4 ഓപ്ഷനിലെ ഉത്തരമായിട്ടുള്ള ബഹദൂർ ഷാ രണ്ടാമൻ, ഓപ്ഷൻ സി ഒന്ന് നോക്കാം. കലാപത്തിനിറങ്ങിയ സൈനികർ ഡൽഹിയിലെത്തുകയും അവസാനത്തെ മുഗൾ ഭരണാധികാരിയായിരുന്ന ബഹദൂർ ഷാ രണ്ടാമനെ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ബഹദൂർ ഷാ രണ്ടാമനെ കീഴടക്കാൻ നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് വില്യം ഹോഡ്സൺ. ബഹദൂർ ഷാ രണ്ടാമനെ നാടുകടത്തിയ വർഷം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1858 ഒക്ടോബർ 7-നാണ് ബഹദൂർ ഷാ രണ്ടാമനെ നാടുകടത്തിയത്. ബഹദൂർ ഷാ രണ്ടാമനെ നാടുകടത്തിയത് എങ്ങോട്ടേക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് റങ്കൂണിലേക്കാണ്. ബർമ്മ അല്ലെങ്കിൽ റങ്കൂണിലേക്ക്. ഓക്കെ, ബഹദൂർ ഷാ രണ്ടാമൻ റങ്കൂണിൽ വെച്ച് മരിച്ച വർഷം എന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ 1862-ലാണ് അദ്ദേഹം അവിടെ വെച്ച് മരണപ്പെടുന്നത്. ബഹദൂർ ഷാ രണ്ടാമന്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത്, മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ് ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത്, അതുകൊണ്ട് തന്നെ ഓർത്തു വെച്ചോ, റങ്കൂണാണ് ബഹദൂർ ഷാ രണ്ടാമന്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഓപ്ഷനിലേക്ക് പോവാം. നാനാ സാഹിബ്. 1857 വിപ്ലവത്തിന്റെ ബുദ്ധി കേന്ദ്രം എന്ന് അറിയപ്പെടുന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നാനാ സാഹിബാണ്. ഒത്തിരി തവണ PSC ചോദിച്ച ചോദ്യമാണ് ഈ ഒരു ചോദ്യം. LGS ലെവലിലും അതേപോലെ തന്നെ LDC ലെവലിലും മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യം. 1857 വിപ്ലവത്തിന്റെ ബുദ്ധി കേന്ദ്രം, അതാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ നാനാ സാഹിബ്. ഇനി പേഷ്വ ബാജിറാവിന്റെ ദത്തുപുത്രനായിരുന്നു ആരെന്ന് പറയുന്നത്? നാനാ സാഹിബ്. നാനാ സാഹിബിന്റെ യഥാർത്ഥ നാമമാണ്, ഒത്തിരി തവണ ചോദിച്ചതാണ്, ദോണ്ടു പന്ത് എന്ന നാമത്തിൽ അറിയപ്പെടുന്നത് താഴെ പറയുന്നവയിൽ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം നാനാ സാഹിബ്. 1859 കലാപശേഷം ബ്രിട്ടീഷുകാർ നേപ്പാളിലേക്ക് നാടുകടത്തിയ വ്യക്തിയായിരുന്നു ആര്? നാനാ സാഹിബ്. മൂന്നാം നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരവും ആര് തന്നെയാ? നാനാ സാഹിബ് തന്നെയാണ്. എന്ത്? മൂന്നാം നെപ്പോളിയൻ. അടുത്ത ഓപ്ഷനിലേക്ക് നമുക്ക് പോകാം. താന്തിയ തോപ്പി. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഗൊറില്ല യുദ്ധമുറ ഉപയോഗിച്ച വിപ്ലവകാരി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഗറില്ല. ഓക്കെ, അപ്പോൾ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഗറില്ല യുദ്ധമുറ ഉപയോഗിച്ച വിപ്ലവകാരി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരാണ്? അത് നമ്മുടെ താന്തിയ തോപ്പിയാണ്. താന്തിയ തോപ്പിയുടെ യഥാർത്ഥ നാമം എന്താന്ന് PSC ചോദിക്കാറുണ്ട്. അതാണ് രാമചന്ദ്ര പാണ്ഡുരംഗ. രാമചന്ദ്ര പാണ്ഡുരംഗ എന്നതാണ് താന്തിയ തോപ്പിയുടെ എന്തെന്ന് പറയുന്നത്? യഥാർത്ഥ നാമം. നാനാ സാഹിബിന്റെ പട്ടാള മേധാവിയായിരുന്നു താന്തിയ തോപ്പി. ഝാൻസിയിൽ റാണി ലക്ഷ്മിബായിയെയും സഹായിച്ചു. താന്തിയ തോപ്പി വധിക്കപ്പെട്ടത് 1859 ഏപ്രിൽ 18. താന്തിയ തോപ്പി വധിക്കപ്പെട്ട സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശിവപുരി, മധ്യപ്രദേശാണ്. ശിവപുരി, മധ്യപ്രദേശ്. ഓക്കെ, നമുക്ക് അടുത്ത ഓപ്ഷനിലേക്ക് പോവാം. മൗലവി അഹമ്മദുള്ള. മൗലവി അഹമ്മദുള്ള എന്ന് പറയുമ്പോൾ ഫൈസാബാദിൽ ബ്രിട്ടീഷ് വിരുദ്ധ കലാപത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? ഈ പറയുന്ന മൗലവി അഹമ്മദ് ഷാ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഫൈസാബാദിൽ ബ്രിട്ടീഷ് വിരുദ്ധ കലാപത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് മൗലവി അഹമ്മദുള്ള ഷാ എന്ന് പറയുന്നത്. 1856 ഇദ്ദേഹം ഗ്രാമങ്ങൾ തോറും സഞ്ചരിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ ജിഹാദ്, അതായത് വിശുദ്ധ യുദ്ധം നടത്താൻ പ്രേരിപ്പിച്ച വ്യക്തിയാണ് മൗലവി അഹമ്മദുള്ള ഷാ എന്ന് പറയുന്നത്.
ഇദ്ദേഹം സാധാരണയായി വിളിക്കപ്പെട്ടിരുന്നത് ഏത് പേരിലാണെന്ന് ചോദിച്ചാൽ ഡങ്കാഷ എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടത്. ഓക്കെ, അപ്പോൾ ഡങ്കാഷ എന്നറിയപ്പെടുന്നത് താഴെ പറയുന്നവയിൽ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം മൗലവി അഹമ്മദുള്ള ഷായാണ്. അപ്പോൾ നമ്മൾ 4 ഓപ്ഷനുകളും ഇതിൻ്റെ കൂടെ പറഞ്ഞു പോയിട്ടുണ്ട്. ഒത്തിരി തവണ PSC ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ പറയുന്ന 4 പേരും. അതേപോലെ തന്നെ 1857 വിപ്ലവം എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം 1857 മെയ് 10 മീററ്റിലാണ് ആരംഭിച്ചത്. അതേപോലെ തന്നെ എന്താണ് ബഹദൂർ ഷാ സെക്കൻഡ് ആരാന്നുള്ളത് പഠിച്ചു, നാനാ സാഹിബ് പഠിച്ചു, താന്തിയ തോപ്പി പഠിച്ചു, മൗലവി അഹമ്മദുള്ള നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ച ഇന്ത്യക്കാരൻ ആരായിരുന്നു? അപ്പോൾ സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ച ഇന്ത്യക്കാരൻ ആരായിരുന്നു? നോക്കി ഓപ്ഷൻ നോക്കി. രമേശ് ചന്ദ്ര ദത്ത്, ഗോപാലകൃഷ്ണ ഗോഖലെ, മഹാത്മാഗാന്ധി, ദാദാഭായ് നവറോജി. നമുക്ക് ഒട്ടും സംശയമില്ലാതെ തന്നെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ്. സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ച ഇന്ത്യക്കാരൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ആരാണ് മക്കളെ? ദാദാഭായ് നവറോജി. ഒത്തിരി തവണ ചോദിച്ച ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ ദാദാഭായ് നവറോജിയാണ് സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ച ഇന്ത്യക്കാരൻ. ഓക്കെ, എന്താണ് സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ സമ്പത്ത് ഇംഗ്ലണ്ടിലേക്ക് പലതരത്തിൽ ചോർത്തിക്കൊണ്ടുപോയിരുന്നു. ശമ്പളമായും സമ്മാനമായും നികുതിയുമായിരുന്നു ഈ സാമ്പത്തിക ചോർച്ച എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ദാരിദ്ര്യത്തിനുള്ള കാരണം എന്ന് പറയുന്നത് ഈ ചോർച്ചയാണെന്ന് സമർത്ഥിച്ച വ്യക്തിയായിരുന്നു ദാദാഭായ് നവറോജി. ചോർച്ചാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരവും ആര് തന്നെയാ? ദാദാഭായ് നവറോജി. ഇന്ത്യൻ സമ്പത്ത് ബ്രിട്ടനിലേക്ക് ചോർത്തിയ പ്രധാന രീതികൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ SCERT ടെക്സ്റ്റ് ബുക്കാണ്. ഇന്ത്യയിൽ നിന്നുള്ള അസംസ്കൃത വസ്തുക്കളുടെ കയറ്റുമതി, ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് നൽകുന്ന ശമ്പളവും അതേപോലെ തന്നെ പെൻഷനും, ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുക വഴി അവർക്ക് ലഭിച്ച ലാഭം എന്ന് പറയുന്നത്, ഇന്ത്യയിൽ നിന്നും പിരിച്ചെടുക്കുന്ന നികുതി. ഇതായിരുന്നു ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ബ്രിട്ടനിലേക്ക് ചോർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട 4 കാരണങ്ങൾ അല്ലെങ്കിൽ 4 രീതികൾ എന്ന് പറയുന്നത്. ബ്രിട്ടീഷ് സാമ്പത്തിക നയങ്ങൾ ഇന്ത്യയെ എങ്ങനെ ദരിദ്രമാക്കുന്നു എന്ന് സംബന്ധിച്ച് സാധാരണക്കാരന് അവബോധമുണ്ടാക്കുന്നതിൽ ദാദാഭായ് നവറോജി, രമേശ് ചന്ദ്ര ദത്ത്, ഗോപാലകൃഷ്ണ ഗോഖലെ തുടങ്ങിയ ആദ്യകാല നേതാക്കന്മാരുടെ പങ്ക് എന്ന് പറയുന്നത് എന്താണ്? വിലപ്പെട്ടതാണ്. ഓക്കെ, അപ്പോൾ അവരാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇന്ത്യയിലെ സമ്പത്ത് അതായത് ഇംഗ്ലണ്ടിലേക്ക് ചോർത്തുന്നത് എന്നുള്ളത് സാധാരണക്കാർക്ക് മനസ്സിലാക്കി കൊടുത്ത ആളുകളായിരുന്നു ഈ പറയുന്ന ദാദാഭായ് നവറോജി, അതേപോലെ തന്നെ രമേശ് ചന്ദ്ര ദത്ത്, ഗോപാലകൃഷ്ണ ഗോഖലെ എന്ന് പറയുന്ന ആളുകൾ. ഇനി നമുക്ക് ദാദാഭായ് നവറോജിനെ കുറിച്ച് 1-2 പോയിന്റ് കൂടി നോക്കാം. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ, ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചൊരു ചോദ്യമാണ് ഈ പറയുന്ന ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം ദാദാഭായ് നവറോജിയാണ് ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്ന് പറയുന്നത്. അടുത്തത് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ച വ്യക്തി ആരാന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരവും ആര് തന്നെയാ? ദാദാഭായ് നവറോജിയാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ച വ്യക്തി. മസ്തിഷ്ക ചോർച്ചാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവും ആര് തന്നെയാണ്? നമ്മുടെ ദാദാഭായ് നവറോജിയാണ് മസ്തിഷ്ക ചോർച്ച സിദ്ധാന്തം, അല്ലെങ്കിൽ അതിന്റെ ഇംഗ്ലീഷാണ് ബ്രെയിൻ തിയറി എന്നറിയപ്പെടുന്നത്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിന്റെ ഉപജ്ഞാതാവ് ആരാണെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരവും ആര് തന്നെയാ? ദാദാഭായ് നവറോജിയാണ്. ഇന്ത്യയുടെ ദേശീയ വരുമാനം ആദ്യമായി കണക്കാക്കിയ വ്യക്തി ആരാന്ന് ചോദിച്ചാൽ ഇന്ത്യയുടെ ദേശീയ വരുമാനം ആദ്യമായി കണക്കാക്കിയ വ്യക്തി, ഇന്ത്യൻ ഇക്കണോമിക്സിന്റെയും പൊളിറ്റിക്സിന്റെയും പിതാവ് ആരാന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരവും ആര് തന്നെയാ? ദാദാഭായ് നവറോജിയാണ്. ഇന്ത്യൻ ഇക്കണോമിക്സിന്റെയും പൊളിറ്റിക്കൽ സയൻസിന്റെയും പിതാവ് ദാദാഭായ് നവറോജി. ഓക്കെ, നമുക്ക് അടുത്തൊരു ഓപ്ഷനിലേക്ക് പോകാം. ഗോപാലകൃഷ്ണ ഗോഖലെ എന്ന് പറയുന്ന വ്യക്തി, മഹാരാഷ്ട്ര സോക്രട്ടീസ്, അതാണ് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ച ചോദ്യം. മഹാരാഷ്ട്ര സോക്രട്ടീസ് എന്നറിയപ്പെടുന്നതാണ് ഗോപാലകൃഷ്ണ ഗോഖലെ എന്ന് പറയുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ മിതവാദികളുടെ നേതാവായിരുന്ന വ്യക്തി ആരാന്ന് ചോദിച്ചാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മിതവാദികളുടെ നേതാവായിരുന്ന വ്യക്തിയാണ് ഗോപാലകൃഷ്ണ ഗോഖലെ. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരുവാണ്
മുഹമ്മദ് അലി ജിന്നയുടെ മാർഗദർശി ആരാന്ന് ചോദിച്ചാൽ മുഹമ്മദ് അലി ജിന്നയുടെ മാർഗദർശി. സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചത് ആരാന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവും ആര് തന്നെയാണ്? ഈ പറയുന്ന നമ്മുടെ ഗോപാലകൃഷ്ണ ഗോഖലെ തന്നെയാണ്. ഓക്കെ, അടുത്ത നമുക്ക് ഇതിലേക്ക് പോകാം. അടുത്ത ഒരാൾ മഹാത്മാഗാന്ധിയാണ്. ഞാൻ കൂടുതലായിട്ട് പറയേണ്ട കാര്യമില്ല, നമ്മുടെ തന്നെ ക്ലാസ്സിൽ ഒട്ടനവധി തവണ എന്താണ് മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്തു പോയതാണ്. അപ്പോൾ നമുക്ക് ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം. അദ്ദേഹത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1869 മുതൽ 1948 വരെയാണ്. ദാദാഭായ് നവറോജിക്ക് ശേഷം ഇന്ത്യയുടെ സാമ്പത്തിക ശാസ്ത്രത്തിന് നേതാവായ സംഭാവനകൾ നൽകിയ വ്യക്തിയാണ് മഹാത്മാഗാന്ധി. ഓക്കെ, അതായത് ദാദാഭായ് നവറോജി ഒത്തിരി കാര്യങ്ങൾ സാമ്പത്തിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയുടെ സാമ്പത്തിക ശാസ്ത്രത്തിന് തനതായ സംഭാവനകൾ നൽകിയ മറ്റൊരു വ്യക്തി ആരാന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഗാന്ധിജിയാണ്. ഗാന്ധിജി തൻ്റെ സാമ്പത്തിക ശാസ്ത്ര ശാഖകൾക്ക് തുടക്കം കുറിച്ച പുസ്തകമാണ് ഹിന്ദ് സ്വരാജ് എന്ന് പറയുന്ന പുസ്തകത്തിലാണ് അതിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. ചിലപ്പോൾ PSC ചോദിക്കാം. ഇനിയാണെങ്കിലും ഗാന്ധിജി തൻ്റെ സാമ്പത്തിക ശാസ്ത്ര ആശയങ്ങൾക്ക് തുടക്കം കുറിച്ച പുസ്തകം ഏതാണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഹിന്ദ് സ്വരാജ് ആണ്. ഗാന്ധിജിയുടെ ആശയങ്ങൾ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്കും ധാർമ്മിക മൂല്യങ്ങൾക്കും പ്രാധാന്യം നൽകുന്നവയായിരുന്നു. ഗാന്ധിജിയുടെ ട്രസ്റ്റിഷിപ്പ് എന്ന മഹത്തായ ആശയം സമ്പദ് ശാസ്ത്ര രംഗത്ത് പുതിയ ചിന്തകൾക്ക് വഴിതെളിച്ചു. അതേപോലെ തന്നെ സത്യത്തിനും അഹിംസയ്ക്കും അധിഷ്ഠിതമായ ഒരു സമ്പദ് വ്യവസ്ഥയാണ് ട്രസ്റ്റിഷിപ്പ് എന്നതിലൂടെ ഗാന്ധിജി ലക്ഷ്യമിടുന്നത്. സമൂഹ പുനർനിർമ്മാണം എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവും ആര് തന്നെയാണ്? ഗാന്ധിജി തന്നെയാണ്. ഇന്ത്യയിലെ പൊതുഭരണം കാഴ്ചപ്പാടിനെ വളരെയധികം സ്വാധീനിച്ച ഗാന്ധിജിയുടെ ആശയമായിരുന്നു ഗ്രാമ സ്വരാജ് എന്ന് പറയുന്നത്. ഏതാശയത്തിൻ്റെ പരിണത ഫലമായാണ് പ്രാദേശിക ഭരണ സ്ഥാപനങ്ങൾ രൂപം കൊണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം ഗ്രാമ സ്വരാജാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളെങ്കിലും ഗാന്ധിജിയുമായി ബന്ധപ്പെട്ടും അതേപോലെ തന്നെ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ടും എന്തായാലും നമ്മൾ എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. ഓക്കെ, നമുക്ക് അടുത്തൊരു ഓപ്ഷനിലേക്ക് പോകാം. അതാണ് ഏതെന്ന് പറയുന്നത് രമേശ് ചന്ദർ ദത്ത് അല്ലെങ്കിൽ CR ദത്ത് എന്ന പേരിലായിരിക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തിയെ നമ്മൾ ഏറ്റവും കൂടുതൽ അറിയുന്നത്. ഓക്കെ, അതായത് ബ്രിട്ടീഷ് ഇന്ത്യൻ സിവിൽ സർവൻ്റായി പ്രവർത്തിച്ചിരുന്ന വ്യക്തിയാണ് രമേശ് ചന്ദ്ര ദത്ത് അല്ലെങ്കിൽ CR ദത്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്കറിയാം ബ്രിട്ടീഷുകാരുടെ ഇന്ത്യൻ ചൂഷണത്തെ പറ്റി പ്രതിപാദിക്കുന്ന RC ദത്തിൻ്റെ പുസ്തകമാണ് ദ എക്കണോമിക് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ. അപ്പോൾ RC ദത്തിൻ്റെ ബ്രിട്ടീഷുകാരുടെ ഇന്ത്യൻ ചൂഷണത്തെ പറ്റി പ്രതിപാദിക്കുന്ന പുസ്തകം ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് ഏതെന്ന് പറയുന്നത് ഇക്കണോമിക് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചിരിക്കണം. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. അമേരിക്കൻ ഭരണഘടന തയ്യാറാക്കുന്നതിന് ചേർന്ന ഭരണഘടനാ കൺവെൻഷന് നേതൃത്വം നൽകിയത് ആരാണ്? ഓപ്ഷൻ നോക്കിയേ. ജെയിംസ് മാഡിസൺ, ജോർജ് വാഷിങ്ടൺ, ജോൺ ലോക്ക്, തോമസ് പിയർ. ഈ ഒരു ചോദ്യം കാണുമ്പോൾ തന്നെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താനായിട്ട് പറ്റും. കാരണം അമേരിക്കൻ ഭരണഘടന എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് വരേണ്ട ഒരു പേരെന്ന് പറയുന്നത് ജെയിംസ് മാഡിസനെ കുറിച്ചാണ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ A ആണ് നമ്മുടെ ആൻസറായിട്ട് വരുന്നത്. അമേരിക്കൻ ഭരണഘടന തയ്യാറാക്കുന്നതിന് ചേർന്ന ഭരണഘടനാ കൺവെൻഷന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് ജെയിംസ് മാഡിസൺ എന്നറിയപ്പെടുന്ന വ്യക്തി. വടക്കേ അമേരിക്കയിലെ ബ്രിട്ടൻ്റെ 13 കോളനികൾ മാതൃരാജ്യമായ ബ്രിട്ടനെതിരായി നടത്തിയ സ്വാതന്ത്ര്യ സമരമാണ് അമേരിക്കൻ വിപ്ലവം എന്ന പേരിൽ അറിയപ്പെട്ടത്. 1776 ജൂലൈ 4 മൂന്നാം അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ലോക പ്രശസ്തമായ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തി. അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയത് തോമസ് ജെഫേഴ്സൺ, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്നിവരാണ്. അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മകളെ തോമസ് ജെഫേഴ്സൺ, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. സ്വാതന്ത്ര്യ പ്രഖ്യാപനം ഇംഗ്ലണ്ടും അമേരിക്കൻ കോളനികൾക്കും തമ്മിലുള്ള യുദ്ധത്തിന് വഴിതെളിച്ചു. കോൺവാലിസിൻ്റെ നേതൃത്വത്തിലുള്ള ഇംഗ്ലീഷ് പട്ടാളം അമേരിക്കൻ കോളനികളുടെയും ഫ്രാൻസിൻ്റെ സംയുക്ത സൈനികത്തിന് കീഴടങ്ങിയതോടുകൂടി 1781 യുദ്ധം അവസാനിച്ചു. 1783 പാരീസ് ഉടമ്പടി പ്രകാരം ഇംഗ്ലണ്ട് 13 അമേരിക്കൻ കോളനികളുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ചു. തുടർന്ന് ഫിലാഡൽഫിയയിൽ ചേർന്ന ഭരണഘടനാ സമ്മേളനം ജെയിംസ് മാഡിസന്റെ നേതൃത്വത്തിൽ അമേരിക്കയ്ക്കായി ഭരണഘടന തയ്യാറാക്കി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം? ഉറപ്പായിട്ടും നമ്മൾ ഓർത്തിരിക്കണം. എന്തുമായി ബന്ധപ്പെട്ട്? ഈ പറയുന്ന അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടും ജെയിംസ് മാഡിസൺ എന്ന് പറയുന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ട്. അടുത്തത് ജോർജ് വാഷിങ്ടൺ ആണ്. രണ്ടാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് സമ്മേളനത്തിൽ കോണ്ടിനെൻ്റൽ സൈന്യത്തിൻ്റെ തലവനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ജോർജ് വാഷിങ്ടൺ ആയിരുന്നു. ഫ്രഞ്ചുകാരുടെ സഹായത്തോടെ ഇംഗ്ലണ്ടിനെതിരെ അമേരിക്കൻ കോളനികൾ യുദ്ധത്തിലേർപ്പെട്ടപ്പോൾ അമേരിക്കൻ കോളനികൾക്ക് നേതൃത്വം നൽകിയതും ആര് തന്നെയാണ്? ജോർജ് വാഷിങ്ടൺ ആണ്. പുതിയ ഭരണഘടനാ പ്രകാരം അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടതും ആര് തന്നെയായിരുന്നു?
ജോർജ് വാഷിങ്ടൺ ആയിരുന്നു. ഓക്കെ, ഇനി അടുത്തൊരു ഓപ്ഷനാണ് തോമസ് പെയിൻ എന്ന് പറയുന്നത്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കോമൺ സെൻസ് എന്ന ലഘുലേഖ അവതരിപ്പിച്ച വ്യക്തി. മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കോമൺ സെൻസ് എന്ന ലഘുലേഖ അവതരിപ്പിച്ച വ്യക്തിയാണ് തോമസ് പെയിൻ എന്ന് പറയുന്നത്. കോമൺ സെൻസ് എന്ന ലഘുലേഖയിൽ ഇംഗ്ലണ്ടിൽ നിന്ന് വേർപിരിയുകയാണ് അമേരിക്കക്കാരെ സംബന്ധിച്ച് വിവേകപൂർണമായ പ്രവൃത്തി എന്ന് പറഞ്ഞ തോമസ് പെയിൻ പ്രഖ്യാപിച്ചത്. അപ്പോൾ ഇംഗ്ലണ്ടിൽ നിന്ന് വേർപിരിയുകയാണ് അമേരിക്കക്കാരെ സംബന്ധിച്ച് വിവേകപൂർവമായ പ്രവൃത്തി എന്ന് പറഞ്ഞത് ഏതിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോമൺ സെൻസ് എന്ന് പറയുന്ന ലഘുലേഖയിലാണ്. ഏതെങ്കിലും വിദേശികൾക്ക് ഈ വൻകര ദീർഘകാലം കീഴടക്കണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല എന്ന് പറയുന്നതും ആര് തന്നെയാണ്? തോമസ് പെയിനാണ്. മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല എന്ന് പറഞ്ഞ ആരാന്ന് ചോദിച്ചാൽ അത് ജോൺ ലോക്കാണ്. ഒന്നുകൂടി പറയാം, മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഖനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല എന്ന് പറഞ്ഞത് ജോൺ ലോക്കാണ്. മനുഷ്യന് ചില അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല എന്ന് പറഞ്ഞത് ജോൺ ലോക്കാണ്. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യത്തിന് രൂപം നൽകിയത് ജെയിംസ് ഓട്ടിസ് ആണ്. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യത്തിന് രൂപം നൽകിയത് ജെയിംസ് ഓട്ടിസ് ആണ്. ജെയിംസ് ഓട്ടിസ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ജെയിംസ് ഓട്ടിസ്. ഓക്കെ, അടുത്തൊരു ചോദ്യമാണ്. നമുക്ക് നാലാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. രക്തരൂഷിതമായ ഞായറാഴ്ച ഏത് രാജ്യത്തിലെ സമരവുമായി ബന്ധപ്പെട്ടതായിരുന്നു? രക്തരൂഷിതമായ ഞായറാഴ്ച നമ്മൾ ഒത്തിരി തവണ ഇതൊക്കെ പറഞ്ഞു പോയതാണ്, എങ്കിലും ഒന്നുകൂടി പറയാണ്. രക്തരൂഷിതമായ ഞായറാഴ്ച ഏത് രാജ്യത്തെ സമരവുമായി ബന്ധപ്പെട്ടതായിരുന്നു? അമേരിക്ക, ബ്രിട്ടൻ, ചൈന, റഷ്യ. നമ്മുടെ ആൻസറാണ് ഓപ്ഷൻ ഡി ആണ്, റഷ്യയുമായി ബന്ധപ്പെട്ടാണ്. റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട്. ലോകത്തിൽ സോഷ്യലിസം എന്ന ആശയം വ്യാപിക്കാൻ കാരണമായ വിപ്ലവം ഏതാണെന്ന് ചോദിച്ചാൽ 1917 നടന്ന റഷ്യൻ വിപ്ലവമാണ് ലോകത്തിൽ സോഷ്യലിസം എന്ന ആശയം വ്യാപിക്കാൻ കാരണമായ വിപ്ലവം. 20-ാം നൂറ്റാണ്ടിൽ റഷ്യയിൽ നടന്ന വിപ്ലവങ്ങളുടെ പരമ്പരയാണ് റഷ്യൻ വിപ്ലവം. തുടർച്ചയായി 10-11 മണിക്കൂർ പണിയെടുക്കേണ്ടി വന്ന റഷ്യയിലെ ഫാക്ടറി തൊഴിലാളികൾ മെച്ചപ്പെട്ട സേവന വേതന വ്യവസ്ഥകൾ ആവശ്യപ്പെട്ട് ഫാദർ ജോർജ് ഗാബോണിന്റെ നേതൃത്വത്തിൽ 1903 ഒരു സമിതി രൂപീകരിച്ചു. എന്നാൽ 1905 നടന്ന റഷ്യ ജപ്പാൻ യുദ്ധത്തിൽ റഷ്യക്കേറ്റ പരാജയം പ്രതിസന്ധി രൂക്ഷമാക്കുകയും ചെയ്യുകയാണ്. രാഷ്ട്രീയാവകാശങ്ങളുടെയും സാമ്പത്തിക പരിഷ്കാരങ്ങളും ആവശ്യപ്പെട്ട് 100,000-ഓളം തൊഴിലാളികൾ പണിമുടക്കുകയും ചെയ്തു. 1905 ജനുവരി 22 റഷ്യൻ കലണ്ടർ പ്രകാരം 1905 ജനുവരി 9 ഫാദർ ഗാബോണിന്റെ നേതൃത്വത്തിൽ ഈ തൊഴിലാളികൾ പെട്രോഗണിലെ ചക്രവർത്തിയുടെ കൊട്ടാരത്തിലേക്ക് മാർച്ച് നടത്തുകയും ഇതിനു നേരെ പട്ടാളം വെടിവെക്കുകയും 100 കണക്കിന് തൊഴിലാളികൾ കൊല്ലപ്പെടുകയും ചെയ്തു. ഈ സംഭവം അറിയപ്പെടുന്നതാണ് രക്തരൂഷിതമായ ഞായറാഴ്ച അഥവാ കറുത്ത ഞായറാഴ്ച, അല്ലെങ്കിൽ അറിയപ്പെടുന്നതാണ് ബ്ലഡി സൺഡേ എന്ന പേരിൽ. ഈ സംഭവത്തോടെ റഷ്യൻ വിപ്ലവത്തിന് ആരംഭമായി മാറുകയും ചെയ്യുകയാണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ് രക്തരൂഷിതമായ ഞായറാഴ്ച എന്ന് പറയുന്നത്. ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്, ഓർത്തു വെച്ചോ, 1 മാർക്ക് ഷുവറാണ്. ഓക്കെ, നമുക്ക് 5-ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 2021 ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി അത്ലറ്റിക്സിൽ സ്വർണം നേടിയ നീരജ് ചോപ്ര ഏത് സംസ്ഥാനക്കാരനാണ്? അന്ന് ഏറ്റവും കൂടുതൽ വാർത്തകളിൽ കൊട്ടി ആഘോഷിച്ചൊരു പേരാണ് നീരജ് ചോപ്രയും അതേപോലെ തന്നെ ഹരിയാന എന്ന് പറയുന്ന സംസ്ഥാനത്തെക്കുറിച്ചും. അപ്പോൾ എന്താണ്, എവിടെയാണ്? നീരജ് ചോപ്ര എന്ന് പറയുന്നത് ഹരിയാനയിലാണ്. അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം എന്ന് പറയുന്നത് ഹരിയാനയിലെ പാനിപ്പത്ത് എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിക്കുന്നത്, നീരജ് ചോപ്ര. നമുക്കറിയാം, ഇന്ത്യക്ക് വേണ്ടി ഒളിമ്പിക്സ് അത്ലറ്റിക്സിൽ സ്വർണ്ണ മെഡൽ നേടുന്ന ആദ്യ താരമാണ് നീരജ് ചോപ്ര. ജാവലിൻ ത്രോയിൽ 87.58 മീറ്റർ താണ്ടിയാണ് നീരജ് ചോപ്ര സ്വർണ്ണ മെഡൽ നേടിയത്. സ്വാതന്ത്ര്യാനന്തരം ഒളിമ്പിക് അത്ലറ്റിക്സിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരം ആരാന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവും നീരജ് ചോപ്ര തന്നെയാണ്. അഭിനവ് ബിന്ദ്രയ്ക്ക് ശേഷം ഒളിമ്പിക്സിൽ വ്യക്തിഗത സ്വർണം നേടുന്ന താരം എന്ന ആ ഒരു പദവി ലഭിച്ചതും ആർക്ക് തന്നെയാണ്? നീരജ് ചോപ്രയ്ക്ക്. ഇന്ത്യയുടെ 2ാമത്തെ വ്യക്തിഗത സ്വർണ്ണമാണ് ആരെന്ന് പറയുന്നത്? നീരജ് ചോപ്ര താണ്ടിയത്. ഒളിമ്പിക്സിലെ ഇന്ത്യയുടെ 10ാമത്തെ സ്വർണ്ണമാണ് നീരജ് ചോപ്ര നേടിയത്. 13 വർഷങ്ങൾക്ക് ശേഷം
ശേഷമാണ് ഇന്ത്യക്ക് ഒരു ഒളിമ്പിക് സ്വർണ്ണ മെഡൽ ലഭിക്കുന്നത്? ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ജാവലിൻ ത്രോയിൽ സ്വർണം നേടിയ ആദ്യ ഇന്ത്യൻ താരം നീരജ് ചോപ്ര. 88.17 മീറ്റർ ആയിരുന്നു. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് നീരജ് ചോപ്ര. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് ചരിത്രത്തിലെ ഇന്ത്യയുടെ മൂന്നാമത്തെ മെഡലാണ് ഈ പറയുന്നത്. തുടർച്ചയായി 2 ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പുകളിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് നീരജ് ചോപ്ര. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നീരജ് ചോപ്രയുമായി ബന്ധപ്പെട്ട് ഒന്ന് പഠിച്ചു വെച്ചോ. അന്ന് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കറണ്ട് അഫയേഴ്സ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അത്രത്തോളം പ്രാധാന്യമൊന്നുമില്ല. എന്നാലും വേണമെങ്കിൽ ചോദിക്കാം. ഈ പറയുന്ന നീരജ് ചോപ്ര എന്ന് പറയുന്ന ആൾ ജനിച്ച സ്ഥലം എവിടെയാണെന്നുള്ളതും ജാവലിൻ ത്രോയിൽ എത്ര മീറ്റർ താണ്ടിയാണ് അദ്ദേഹം എന്ത് ചെയ്തത് നിലവിൽ സ്വർണ്ണ മെഡൽ നേടിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 87.58. ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്നോർത്ത് വെച്ചോ. നമുക്ക് 6ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 6ാമത്തെ ചോദ്യം, ഭൗമഘടനയിൽ മൊഹോറ്റ് വിഛിന്നത സംബന്ധിച്ച് ചുവടെ നൽകിയിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതാണ് എന്നുള്ളതാണ്. ഓക്കെ, അത് ഭൂമിയുടെ പുറംപാളിയെ ഭൂവൽക്കത്തെ മാന്റിൽ നിന്നും വേർതിരിക്കുന്നു. അതേപോലെ തന്നെ മൊഹോ വിഛിന്നയിൽ തുടങ്ങി 2900 കിലോമീറ്റർ ആഴം വരെ മാന്റിൽ വ്യാപിച്ചിരിക്കുന്നു. ശിലാമണ്ഡലത്തിന് തൊട്ടുതാഴെ അർദ്ധദ്രാവകാവസ്ഥയിൽ കാണുന്ന ഭാഗമാണ് മൊഹോ വിഛിന്നത എന്ന് പറയുന്നത്. ശിലാദ്രവത്തിൻ്റെ പ്രഭവ മണ്ഡലമാണ് മൊഹോ വിഛിന്നത. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് 4 പ്രസ്താവനകളാണ് തന്നിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉം ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഓക്കെ, അതായത് രാസഘടനയെ അടിസ്ഥാനത്തിൽ ഭൂമിയുടെ ഉൾഭാഗത്തെ വ്യത്യസ്ത മണ്ഡലങ്ങളായിട്ട് നമുക്ക് തരംതിരിക്കാം. നമ്മളത് വളരെ വിശകലനം ചെയ്ത് തന്നെ കഴിഞ്ഞ ദിവസത്തെ ജോഗ്രഫിയുടെ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ആക്ച്വലി ഈ രാസഘടനയുടെ അടിസ്ഥാനത്തിൽ ഭൂമിയുടെ ഉൾഭാഗത്തെ നമുക്ക് ഭൂവൽക്കമെന്നും മാന്റിലെന്നും അകക്കാമ്പെന്നും ഇങ്ങനെ 3ആയിട്ട് നമുക്ക് തരംതിരിക്കാം. ഭൂമിയുടെ ഏറ്റവും പുറമെയുള്ള ഖരഭാഗം അതിനെ പറയുന്നത് അല്ലെങ്കിൽ ക്രസ്റ്റ് അല്ലെങ്കിൽ ഭൂവൽക്കം എന്ന പേരിലാണ് ഭൂമിയുടെ ഏറ്റവും പുറമെയുള്ള ഭാഗം അറിയപ്പെടുന്നത് ഭൂവൽക്കം അല്ലെങ്കിൽ ക്രസ്റ്റ്. ശിലകളുടെയും ധാതുക്കളുടെയും കലവറ എന്നറിയപ്പെടുന്ന ആ ഒരു ഭാഗമാണ് എന്തെന്ന് പറയുന്നത് ഭൂവൽക്കം. ശിലാനിർമ്മിതമായ കട്ടിയുള്ള ഭാഗം എന്നറിയപ്പെടുന്നതും ഏത് തന്നെയാ? ഭൂവൽക്കം തന്നെയാണ്. ഭൂമിയുടെ ഉള്ളറയിൽ ഭൂവൽക്കത്തിന് തൊട്ടു താഴെയായി കാണുന്ന പാളിയാണ് മാന്റിൽ എന്ന് പറയുന്നത്. ഭൂവൽക്കത്തെയും മാന്റിലിനെയും വേർതിരിക്കുന്ന എന്താണ് ഭൂചലനീയ വിഛിന്നതയെ വിളിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് മൊഹറോവിസ്ക് ഡിസ്കണ്ടിന്യൂയിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മൊഹറോസ്വിക് ഡിസ്കണ്ടിന്യൂയിറ്റി എന്ന് പറയുന്നത് ഭൂവൽക്കത്തെയും മാന്റിലിൻ്റെ വേർതിരിക്കുന്ന ഭൂചലനീയ വിഛിന്നതയാണ് എന്തെന്ന് പറയുന്നത് മൊഹറോവിസിക് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. മോഹോ പരിവർത്തന മേഖലയിൽ തുടങ്ങി 2900 കിലോമീറ്റർ വരെ മാന്റിൽ വ്യാപിച്ചിരിക്കുന്നു. ഭൂവൽക്കം മാന്റിലെ ഉപരിഭാഗവും ചേർന്നുള്ള ഭാഗം അറിയപ്പെടുന്നതാണ് ശിലാമണ്ഡലം അല്ലെങ്കിൽ ലിത്തോസ്ഫിയർ എന്ന പേരിൽ അറിയപ്പെടുന്നു. ശിലാമണ്ഡലത്തിന് തൊട്ടു താഴെയായി അർദ്ധദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന മാന്റിലെ ഭാഗമാണ് ഏതെന്ന് പറയുന്നത് അസ്തനോസ്ഫിയർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്താണ് അസ്തനോസ്ഫിയർ? ഇനി അഗ്നിപർവ്വതങ്ങളുടെയും ബഹിർഗമിക്കുന്ന ശിലാദ്രവത്തിന്റെ മാഗ്മ പ്രഭാമണ്ഡലം അറിയപ്പെടുന്നതും അസ്തനോസ്ഫിയർ എന്ന പേരിലാണ്. ഭൂമിയുടെ പിണ്ഡത്തിൽ ഏറ്റവും കൂടുതലുള്ള ഭാഗമാണ് മാന്റിൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്. മാന്റിലിന് കീഴ്ഭാഗത്തും തൊട്ടു താഴെയായി ഏറ്റവും അന്തർഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പാളിയാണ് കാമ്പ് എന്ന് പറയുന്നത്. മാന്റിലിൻ്റെയും കാമ്പിൻ്റെയും അതിർവരമ്പ് ഗുട്ടൻബർഗ് വിഛിന്നത എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ഭാഗത്ത് നിന്നും ഓർത്തു വയ്ക്കാനായിട്ട് ശ്രമിക്കുക. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നമുക്ക് 7ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ചുവടെ നൽകിയിട്ടുള്ളവയിൽ ഏത് നദിയാണ് വടക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് ലഡാക്ക്, സസ്കർ എന്നീ മലനിരകൾക്കിടയിലൂടെ ഒഴുകുന്നത്? ഓപ്ഷൻ നോക്കിയ മക്കളെ, ബിയാസ്, സാങ്പോ, സത്ലജ്, സിന്ധു. നമുക്കറിയാം ഏതാണ് ഡി. ഓപ്ഷൻ ഡി സിന്ധു നദിയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ നദികളിൽ ഒന്നാണ് ഏതെന്ന് പറയുന്നത് സിന്ധു എന്ന് പറയുന്നത്. 5180 മീറ്റർ ഉയരത്തിൽ ടിബറ്റിലെ മാനസരോവർ തടാകത്തിനരികിലുള്ള കൈലാസപർവ്വതത്തിലെ ഹിമാനികളിൽ നിന്നാണ് സിന്ധു നദി ഉത്ഭവിക്കുന്നത്. സിന്ധു നദിയുടെ ഏകദേശ നീളം എത്രയാണെന്ന് ചോദിച്ചാൽ 2880 കിലോമീറ്റർ ആണ് സിന്ധു നദിയുടെ ഏകദേശ നീളം എന്ന് പറയുന്നത്. സിന്ധു നദി ഇന്ത്യയിലൂടെ ഒഴുകുന്ന നീളം എത്രയാണെന്ന് ചോദിച്ചാൽ 709 കിലോമീറ്റർ ആണ്. കേന്ദ്ര ജലവിഭവ മന്ത്രാലയത്തിൻ്റെ 2019 റിപ്പോർട്ട് പ്രകാരം 1114 കിലോമീറ്റർ ആണെന്നും പറയപ്പെടുന്നു. പക്ഷേ ഏതാണോ ഓപ്ഷനിലുള്ളത് അതെന്ത് ചെയ്യുക, മാർക്ക് ചെയ്യുക. 709 709 അല്ലെങ്കിൽ 1114. ഇനി ഉത്ഭവസ്ഥാനത്ത് നിന്നും വടക്ക് പടിഞ്ഞാറ് ദിശയിൽ ടിബറ്റിലൂടെ ഒഴുകുന്ന സിന്ധു നദി ജമ്മു കാശ്മീരിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് കൂടി കടന്ന് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നു. ലഡാക്ക്, സസ്കർ എന്നീ
പർവ്വതനിരകൾക്കിടയിലൂടെ ഒഴുകുന്ന ഈ നദി ജമ്മു കാശ്മീരിലെ ലഡാക്ക് അതേപോലെ തന്നെ ബാൾട്ടിസ്ഥാൻ എന്നീ സ്ഥലങ്ങൾ കടന്ന് ഗിൽജിസ്തിലെത്തുമ്പോൾ അഗാധങ്ങളായ താഴ്വരകൾ സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് ഒഴുകുകയാണ് ചെയ്യുന്നത്. പാകിസ്ഥാനിലെ അറ്റോക്ക എന്ന സ്ഥലത്തെ കുന്നിൻ പ്രദേശങ്ങളിലൂടെ ഒഴുകി ഈ നദി സമതല പ്രദേശങ്ങളിൽ എത്തിച്ചേരുന്നു. ഈ സമതല പ്രദേശങ്ങളിൽ വച്ചാണ് പ്രധാന പോഷക നദികളായ ഝലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ് എന്നിവ സിന്ധു നദിയിൽ ചേരുന്നത്. പാകിസ്ഥാനിലെ വിശാലമായ സമതല പ്രദേശങ്ങളിലൂടെ ഒഴുകുന്ന സിന്ധു നദി കറാച്ചിയിലേക്ക് തെക്കുഭാഗത്തായി വലിയൊരു ഡെൽറ്റ പ്രദേശം സൃഷ്ടിച്ചുകൊണ്ട് പല കൈവഴികളിലായി അവസാനം എവിടെ എത്തുന്നു? അറബിക്കടലിൽ ചെന്നു ചേരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സിന്ധുവുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്ത് ചെയ്യണം? പഠിച്ചു വച്ചേക്കണം. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് ബിയാസ് കൂടി നോക്കാം. ബിയാസ് നദിയുടെ ഉത്ഭവം സമുദ്രനിരപ്പിൽ നിന്ന് 4000 മീറ്റർ ഉയരത്തിലുള്ള റോഹ്താൻ ചുരത്തിലെ ബിയാൻസ് കുന്നുകളിൽ നിന്നാണ് ഈ പറയുന്ന ബിയാസ് ഉത്ഭവിക്കുന്നത്. അപ്പോൾ സമുദ്രനിരപ്പിൽ നിന്നും 4000 മീറ്റർ ഉയരത്തിലുള്ള റോഹ്താങ് ചുരത്തിലെ ബിയാസ് കുണ്ടിൽ നിന്നുമാണ് ഉത്ഭവിക്കുന്നത്. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിൻ്റെ പോഷക നദി, മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ് ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത്. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിൻ്റെ പോഷക നദിയാണ് ബിയാസ്. സിന്ധുവിൻ്റെ ഏറ്റവും ചെറിയ പോഷക നദിയാണ് ബിയാസ്. കുളു മണാലി നദികൾക്കിടയിലൂടെ ഒഴുകുന്ന നദിയാണ് ബിയാസ്. ബിയാസ് സത്ലജുമായി കൂടിച്ചേരുന്നത് കപൂർത്തല പഞ്ചാബിലാണ്. ഇനി ബിയാസ് നദിയിൽ സ്ഥിതി ചെയ്യുന്ന അണക്കെട്ട് ഏതാണെന്ന് ചോദിച്ചാൽ പൊങ് അണക്കെട്ടാണ്. കുളു താഴ്വരയിലൂടെ ഒഴുകുന്ന ബിയാസ് നദി ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്ന ദൗളാധർ പർവ്വതത്തിലെ പ്രദേശങ്ങളാണ് കാട്ടിയും അതേപോലെ തന്നെ ലാർഗിയും എന്ന് പറയുന്ന സ്ഥലം. കാട്ടി അതേപോലെ തന്നെ ലാർഗി. പഞ്ചാബ് സമതലങ്ങളിൽ പ്രവേശിച്ച ശേഷം ബിയാസ് നദി സത്ലജ് നദിയുമായി ചേരുന്ന പ്രദേശമാണ് ഹരിക്കെ എന്ന് പറയുന്നത്. എന്താണ്? ഹരിക്കെ. അപ്പോൾ ഇത്രയും കാര്യം എന്ത് ചെയ്യുക? ഓർത്തു വയ്ക്കുക. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാം. തിരുവനന്തപുരത്ത് ഭൗമോപരിതലത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു തെർമോമീറ്ററിൽ ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് അന്തരീക്ഷ ഊഷ്മാവ് എത്രയായി? 25 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തുന്നുവെങ്കിൽ ക്രമമായ താപനഷ്ട നിരക്കനുസരിച്ച് 165 മീറ്റർ ഉയരത്തിലുള്ള അന്തരീക്ഷ ഊഷ്മാവ് എത്രയായിരിക്കും എന്നതാണ് നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നോക്കി, അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്ക് നേരെ ആൻസറിലേക്ക് പോകാം. ആക്ച്വലി ഏതാണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്? ഓപ്ഷൻ സി ആണ്. 24 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതായത് ട്രോപ്പോസ്ഫിയറിൽ ഓരോ 165 മീറ്റർ ഉയരത്തിനും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ താപം കുറഞ്ഞു വരുന്നു. ഇതിനെ ക്രമമായ താപനഷ്ട നിരക്ക്, അതായത് നോർമൽ ലാപ്സ് റേറ്റ് എന്നാണ് വിളിക്കുന്നത്. ആയതിനാൽ 2 മണിക്ക് 165 മീറ്റർ ഉയരത്തിലെ താപനില 25 - 1 എന്ന് പറയുന്നത് എത്രയായിരിക്കും? 24 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. ഓക്കെ, നമുക്ക് 9ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. കേരളത്തിലെ അച്ചൻകോവിൽ ഏത് ജൈവ മണ്ഡല സംരക്ഷിത മേഖലയിൽ ഉൾപ്പെടുന്നു? കേരളത്തിലെ അച്ചൻകോവിൽ ഏത് ജൈവമണ്ഡല സംരക്ഷിത മേഖലയിലാണ് ഉൾപ്പെടുന്നത്? ഏതാണ്? തെന്മല, നീലഗിരി, നെയ്യാറ്, അഗസ്ത്യമല. നമ്മുടെ ഉത്തരം ഏതാണ് മക്കളെ? ഓപ്ഷൻ ഡി ആണ്, അഗസ്ത്യമല. യുനെസ്കോ മനുഷ്യനും ജൈവമണ്ഡലവും പദ്ധതി, അതായത് മാൻ ആൻഡ് ബയോസ്ഫിയർ പ്രോഗ്രാം MAB കീഴിൽ അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ടവയാണ് ജൈവമണ്ഡല റിസർവുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. തീരപ്രദേശങ്ങളിലെയും അതേപോലെ തന്നെ ഉൾപ്രദേശങ്ങളിലെയും അനിതര സാധാരണമായ ആവാസ വ്യവസ്ഥയാണ് ജൈവമണ്ഡല റിസർവുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി അഗസ്ത്യമലയെക്കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ 3500 ചതുരശ്ര കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്ന അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവ് തമിഴ്നാട്ടിലെ തിരുനെൽവേലി, കന്യാകുമാരി ജില്ലകളിലും കേരളത്തിലെ തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലും ഉൾപ്പെടുന്ന ഉഷ്ണമേഖല വനപരിസ്ഥിതി മേഖലകളെ ഉൾക്കൊള്ളുന്നു. അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമായ ഫോറസ്റ്റ് ഡിവിഷനുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതൊക്കെയാണ് മക്കളെ? കോന്നി, അച്ചൻകോവിൽ, പുനലൂര്, തെന്മല, തിരുവനന്തപുരമാണ്. കൊല്ലം, പത്തനംതിട്ട റവന്യൂ ജില്ലകളുടെ കീഴിലാണ് അച്ചൻകോവിൽ ഫോറസ്റ്റ് ഡിവിഷൻ ഉൾപ്പെടുന്നത്. നെയ്യാർ, പേപ്പാറ, ചെന്തുരുണി വന്യജീവി സങ്കേതങ്ങളും കലക്കാട്, മുണ്ടന്തുറ ടൈഗർ റിസർവ് അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് അഗസ്ത്യാർകൂടം. നെടുമങ്ങാട് താലൂക്കിലാണ് നിലവിൽ സ്ഥിതി ചെയ്യുന്നത്. തെക്കൻ കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് അഗസ്ത്യാർകൂടം. അഗസ്ത്യാർകൂടത്തെ ബയോസ്ഫിയർ റിസർവ് യുനെസ്കോ പ്രഖ്യാപിച്ച വർഷമെന്നാണ് ചോദിച്ചാൽ
ചോദിച്ചു കഴിഞ്ഞാൽ അത് 2016 നെയ്യാർ വന്യജീവി സങ്കേതം അടുത്തൊരു ഓപ്ഷനാണ് നെയ്യാർ വന്യജീവി സങ്കേതം. നമുക്കറിയാം കേരളത്തിലെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരമാണ് ഏതെന്ന് പറയുന്നത് നെയ്യാർ വന്യജീവി സങ്കേതം. കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ അതും ഏത് തന്നെയാണ് നമ്മുടെ സ്വന്തം നെയ്യാർ വന്യജീവി സങ്കേതത്തിലാണ്. കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്ന നെയ്യാർ ഡാമിലാണ് മരക്കുന്നം ദ്വീപ്. അഗസ്ത്യാർ ക്രൊക്കഡൈൽ റീഹാബിലിറ്റേഷൻ ആൻഡ് റിസർവ് സെന്റർ സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം ഏതാണെന്ന് ചോദിച്ചാൽ നെയ്യാർ വന്യജീവി സങ്കേതം. സ്റ്റീവ് ഇർവിൻ പാർക്ക് സ്ഥിതി ചെയ്യപ്പെടുന്ന വന്യജീവി സങ്കേതം ഇതൊക്കെ ഏതാണ് നെയ്യാറാണ്. ഓക്കെ, അടുത്ത ഓപ്ഷനാണ് ഏതെന്ന് പറയുന്നത് തെന്മല. കൊല്ലം ജില്ലയിലെ പ്രധാന ഡാമാണ്. കേരളത്തിലെ ആദ്യ ഇക്കോ ടൂറിസം പ്രൊജക്റ്റ്. ഏഷ്യയിലെ ആദ്യ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് ഏതാണെന്ന് ചോദിച്ചാൽ അതും ഏത് തന്നെയാണ് 2008 നിലവിൽ വന്ന നമ്മുടെ തെന്മലയാണ്. ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് നീലഗിരി ബയോസ്ഫിയർ റിസർവ് നിലവിൽ വന്നത് 1986 നീലഗിരി ബയോസ്ഫിയർ റിസർവ് നിലവിൽ വന്നത് 1986 സെപ്റ്റംബറിലാണ്. നീലഗിരി ബയോസ്ഫിയർ റിസർവ് ഉൾപ്പെടുന്ന പ്രദേശങ്ങളാണ് വയനാട്, നാഗർഹോള്, ബന്ദിപ്പൂർ, മുതുമലൈ, നിലമ്പൂരിലെ വനഭാഗങ്ങൾ, നീലഗിരി പീഠഭൂമിയുടെ ഉയർന്ന ഭാഗം, സൈലന്റ് വാലി, ശിരുവാണി കുന്നുകൾ. വംശനാശ ഭീഷണി നേരിടുന്ന 2 പ്രധാന ജീവികളുടെ അതായത് നീലഗിരി വരയാടുകൾ, സിംഹവാലൻ കുരങ്ങാണ് മെയിനായിട്ട് വരുന്നത്. ആവാസ കേന്ദ്രം എന്ന പേരിൽ അറിയപ്പെടുന്ന ജൈവമണ്ഡല റിസർവ് ആണ് നീലഗിരി ബയോസ്ഫിയർ റിസർവ് എന്ന് പറയുന്നത്. ഓക്കെ, ആന, കടുവ, കാട്ടുപോത്ത്, മ്ലാവ്, പുള്ളിമാൻ എന്നീ മൃഗങ്ങൾ ദക്ഷിണേന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മേഖല ഏതാണെന്ന് ചോദിച്ചാൽ അതും ഏത് തന്നെയാണ് നീലഗിരി ബയോസ്ഫിയർ റിസർവ് ആണ്. അപ്പോൾ ഇത്രയും കാര്യം ഓർത്തു വെച്ചോ മക്കളെ, ഇമ്പോർട്ടൻ്റ് ആണ്, വെരി വെരി ഇമ്പോർട്ടൻ്റ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ. 10ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ ആദ്യ ഗ്രീൻ ഹൈഡ്രജൻ മൊബിലിറ്റി പദ്ധതി നടപ്പാക്കുന്നത് NTPCയുമായി കരാറിൽ ഏർപ്പെട്ട സംസ്ഥാനം അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശം ഏതാണ് എന്നതാണ് നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്. ഓപ്ഷൻ നോക്കി, പുതുച്ചേരി, ലഡാക്ക്, ഡൽഹി, ഹിമാചൽ പ്രദേശ്. ഏതാണ് ആൻസർ എന്ന് പറയുന്നത്? ഓപ്ഷൻ ബി ആണ്, ലഡാക്ക് ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇന്ത്യയിലെ ആദ്യ ഗ്രീൻ ഹൈഡ്രജൻ മൊബിലിറ്റി പ്രോജക്റ്റ് നിലവിൽ വന്നത് ലേ ആണ്, ലഡാക്കിലെ ലേയിലാണ് വന്നത്. ഉദ്ഘാടനം ഇത് ആരാണ് നിർവഹിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നരേന്ദ്രമോദിയാണ് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. പദ്ധതി നടപ്പിലാക്കുന്നത് NTPC റിന്യൂവബിൾ എനർജി ലിമിറ്റഡ് ആണ്, REL എന്നാണ് പറയുന്നത്. പ്രധാനമന്ത്രിയുടെ കാർബൺ ന്യൂട്രൽ ലഡാക്ക് എന്ന കാഴ്ചപ്പാടിൻ്റെ ഭാഗമാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി ഹൈഡ്രജൻ ബസ് പരീക്ഷണാടിസ്ഥാനത്തിൽ ഓടി തുടങ്ങിയതും എവിടെ തന്നെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ലഡാക്കിൽ തന്നെയാണ് ആദ്യമായിട്ട് ഹൈഡ്രജൻ ബസ് ഓടി തുടങ്ങിയത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്, ഉറപ്പായിട്ടും പഠിച്ചു വയ്ക്കുക, വെരി 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 ഇമ്പോർട്ടൻ്റ്. ഓക്കെ, നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാം. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? ഇന്ത്യയിൽ പ്ലാനിംഗ് കമ്മീഷൻ സ്ഥാപിതമായത് 1950 പ്ലാനിംഗ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. പ്ലാനിംഗ് കമ്മീഷൻ ഒരു ഉപദേശക സമിതിയാണ്. പ്ലാനിംഗ് കമ്മീഷന് പകരം നീതി ആയോഗ് എന്ന സ്ഥാപനം നിലവിൽ വന്നത് 2018 ആണ്. തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന മാത്രം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്. ഓപ്ഷൻ നോക്കിയേ. അപ്പോൾ ഏതാണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്? ഓപ്ഷൻ ബി ആണ്, 1ഉം 3ഉം മാത്രമാണ് ഇതിൽ ശരി. അതായത് ഇന്ത്യയിൽ പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ് വന്നത്? 1950 കറക്റ്റാണ്. അതേപോലെ പ്ലാനിംഗ് കമ്മീഷൻ എന്താണ്? ഒരു അഡ്വൈസറി ബോഡിയാണ്, അതായത് ഉപദേശക സമിതിയാണ്. ബാക്കിയെല്ലാം എന്താണ്? ഈ പറയുന്ന ഓപ്ഷനുകൾ ബാക്കിയെല്ലാം എന്താണ്? തെറ്റായിട്ടുള്ള ഓപ്ഷനുകളാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോ ചോദ്യങ്ങളും ഓൾറെഡി നമ്മൾ ഈ പ്ലാനിംഗ് കമ്മീഷനെ കുറിച്ചൊക്കെ വളരെ വ്യക്തമായി തന്നെ ചെയ്തേക്കണെയാണ്, പറഞ്ഞൊക്കെ സെറ്റാക്കി പോയേക്കണെയാണ്. എന്നിരുന്നാലും നമുക്ക് എന്ത് ചെയ്യാം, ഒരു 2-3 കാര്യങ്ങൾ പ്ലാനിംഗ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒന്ന് നോക്കാം. ഓക്കെ, അതായത് 1946 KC നിയോഗി അധ്യക്ഷനായി രൂപീകരിക്കപ്പെട്ട അഡ്വൈസറി പ്ലാനിംഗ് ബോർഡിൻ്റെ ഉപദേശക പ്രകാരം 1950 മാർച്ച് 15 ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചു. ഇതൊരു ഭരണഘടനാപരമായ സമിതിയോ സ്റ്റാറ്റ്യൂട്ടറിയോ ബോഡി അല്ല, ഇത് എന്താണ്? ഉപദേശക സമിതിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഓപ്ഷൻ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും തെറ്റേതാണെന്നുള്ളത്. ഓക്കെ, നിലനിന്നിരുന്ന കാലത്തോളം സാമൂഹ്യ സാമ്പത്തിക വികസനങ്ങളുടെ മുഖ്യ പ്രവർത്തന കേന്ദ്രമായിരുന്നു ആരെന്ന് പറയുന്നത്? പ്ലാനിംഗ് കമ്മീഷൻ. പ്ലാനിംഗ് കമ്മീഷൻ അല്ലെങ്കിൽ ആസൂത്രണ കമ്മീഷൻ്റെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ മക്കളെ, യോജന ഭവൻ ന്യൂഡൽഹിയാണ്. ആസൂത്രണ കമ്മീഷൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് യോജന ഭവൻ ന്യൂഡൽഹിയാണ്.
ആസൂത്രണ കമ്മീഷൻ അധ്യക്ഷനാണ് പ്രധാനമന്ത്രി. മറ്റ് അംഗങ്ങൾ ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉപാധ്യക്ഷൻ, കേന്ദ്ര ക്യാബിനറ്റ് നിയമിക്കുന്ന കമ്മീഷൻ അംഗങ്ങൾ എന്നിവരാണ് മറ്റ് അംഗങ്ങൾ എന്ന് പറയുന്നത്. ആസൂത്രണ കമ്മീഷന്റെ ചുമതലകളാണ് പദ്ധതികൾ തയ്യാറാക്കൽ, അതേപോലെ തന്നെ നടത്തിപ്പ് എന്നിവ സംബന്ധിച്ച നിർദ്ദേശങ്ങൾ തയ്യാറാക്കി സമർപ്പിക്കുക. ആസൂത്രണ കമ്മീഷന്റെ രൂപീകരണത്തിന് ആസൂത്രണ മാതൃകയാണ് സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമുക്കറിയാം ആസൂത്രണ കമ്മീഷൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നത് പഞ്ചവത്സര പദ്ധതികളിലൂടെയാണ്. അതേപോലെ ഒരു പ്രത്യേക മേഖലയ്ക്ക് മുൻഗണന നൽകി 5 വർഷം കൊണ്ട് ലക്ഷ്യം നേടുക എന്നതാണ് ഈ ഒരു പദ്ധതി കൊണ്ട്, അതായത് പഞ്ചവത്സര പദ്ധതി കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലക്ഷ്യമിടുന്നത്. പ്ലാനിംഗ് കമ്മീഷന്റെ അവസാന ചെയർമാനാണ് നരേന്ദ്രമോദി. പ്ലാനിംഗ് കമ്മീഷന്റെ അവസാന ഡെപ്യൂട്ടി ചെയർമാനാണ് മൊണ്ടേഗു സിംഗ് അലുവാലിയ. ആസൂത്രണ കമ്മീഷന്റെ അവസാന മെമ്പറാണ് സെക്രട്ടറി സിന്ധു ശ്രീ ഖുള്ളർ എന്ന് പറയുന്നത്. 2015 ജനുവരി 1 മുതൽ ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന് പകരമായി വന്ന പുതിയ സംവിധാനമാണ് ഏതെന്ന് പറയുന്നത്, നീതി ആയോഗ് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു നാഷണൽ ട്രാൻസ്ഫോമിംഗ് ഫോർ ഇന്ത്യ എന്ന് പറയുന്നതാണ് നീതി ആയോഗ്. അത് നമ്മൾ നീതി ആയോഗിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ടൊക്കെ പറഞ്ഞു പോയേക്കണതാണ്. കൂടുതലൊന്നും ഇനി അതിനെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല എന്നറിയാം. നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ, അടുത്ത ചോദ്യം ഏതാണ്? അടുത്ത ചോദ്യമാണ് 12ാമത്തെ. ചേരുംപടി ചേർക്കുക. ഹരിത വിപ്ലവം, ധവള വിപ്ലവം, നീല വിപ്ലവം, മഞ്ഞ വിപ്ലവം. അപ്പോൾ ഇത് എപ്പോഴും കാർഷിക വിപ്ലവങ്ങൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കാനായിട്ട് വരാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ആൻസർ എന്ന് പറയുന്നത്? എ എന്ന് പറയുന്നത് എ. ഹരിത വിപ്ലവം എന്ന് പറയുന്നത് എന്താണ്? ഭക്ഷ്യ ഉൽപാദനമാണ്. ഹരിത വിപ്ലവം ഭക്ഷ്യ ഉൽപാദനം. ഓക്കെ, അടുത്തത് നോക്കിയേ, രണ്ടാമത്തെയാണ് എന്തെന്ന് പറയുന്നത്? ധവള വിപ്ലവം. ധവള വിപ്ലവമാണ് എണ്ണക്കുരു ഉൽപാദനം. അടുത്തത് നീല വിപ്ലവം. നീല വിപ്ലവം എന്ന് പറയുന്നത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മത്സ്യ ഉൽപാദനവുമായി ബന്ധപ്പെട്ടാണ് നീല വിപ്ലവം. അടുത്തത് മഞ്ഞ വിപ്ലവം. മഞ്ഞ വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മഞ്ഞ വിപ്ലവം എന്ന് പറയുന്നത് മഞ്ഞ വിപ്ലവമാണ് എന്തുമായി? എണ്ണക്കുരു ഉൽപാദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ, അടുത്തത് സുവർണ വിപ്ലവം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സുവർണ വിപ്ലവം എന്ന് പറയുന്നത് അതാണ് പഴം പച്ചക്കറിയാണ് സുവർണ വിപ്ലവം. ഓക്കെ, അപ്പോൾ ധവള വിപ്ലവം പാലുൽപാദനം, അതേപോലെ തന്നെ ഹരിത വിപ്ലവം എന്ന് പറയുന്നത് ഭക്ഷ്യ ഉൽപാദനമാണ്. അതേപോലെ തന്നെ എന്താണ് നീല വിപ്ലവം എന്ന് പറയുന്നത് മത്സ്യ ഉൽപാദനമാണ്. അതേപോലെ മഞ്ഞ വിപ്ലവം എന്ന് പറയുന്നത് മഞ്ഞ വിപ്ലവം എന്താണ്? മഞ്ഞ വിപ്ലവം എന്ന് പറയുന്നത് അതാണ് എണ്ണക്കുരു ഉൽപാദനം. അതേപോലെ തന്നെ എന്താണ്? സുവർണ വിപ്ലവം എന്നറിയപ്പെടുന്നതാണ് എന്തെന്ന് പറയുന്നത്? സുവർണ വിപ്ലവമാണ് പഴം പച്ചക്കറി ഉൽപാദനം. അപ്പോൾ ബാക്കിയുള്ള കാർഷിക വിപ്ലവങ്ങൾ കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഹരിത വിപ്ലവം കാർഷിക ഉൽപാദനവുമായി ബന്ധപ്പെട്ടതാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ഹരിത വിപ്ലവം എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും PSC ചോദിക്കാറുണ്ട്. എന്താണ് ഹരിത വിപ്ലവം എന്ന് ചോദിച്ചാൽ കാർഷിക ഉൽപാദനം. ധവള വിപ്ലവം പാലുൽപാദനമാണ്. രജത വിപ്ലവം എന്താണെന്ന് ചോദിച്ചാൽ അത് മുട്ട ഉൽപാദനവുമായി ബന്ധപ്പെട്ടാണ് രജത വിപ്ലവം. അടുത്തതാണ് നീല വിപ്ലവം. നീല വിപ്ലവം മത്സ്യ ഉൽപാദനം, നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞു. മഞ്ഞ വിപ്ലവമാണ് എണ്ണക്കുരുക്കളുടെ ഉൽപാദനവുമായി ബന്ധപ്പെട്ടാണ് മഞ്ഞ വിപ്ലവം, എണ്ണക്കുരുക്കളുടെ ഉൽപാദനം. ചുവപ്പ് വിപ്ലവമാണ് തക്കാളി, മാംസ്യം തുടങ്ങിയവയുടെ ഉൽപാദനമാണ് ചുവപ്പ് വിപ്ലവം, തക്കാളി, മാംസ്യം. അടുത്തതാണ് ഗ്രേ വിപ്ലവം, അതായത് വളം ഉൽപാദനവുമായി ബന്ധപ്പെട്ടതാണ് ഗ്രേ വിപ്ലവം എന്ന് പറയുന്നത്. മഴവിൽ വിപ്ലവമാണ് കാർഷിക മേഖലയിലെ മൊത്തത്തിലുള്ള ഉൽപാദനമാണ് മഴവിൽ വിപ്ലവം. മഴവിൽ വിപ്ലവം കാർഷിക മേഖലയിലെ മൊത്തത്തിലുള്ള ഉൽപാദനമാണ് മഴവിൽ വിപ്ലവം. അടുത്തതാണ് ബ്രൗൺ വിപ്ലവം എന്ന് പറയുന്നത്. കൊക്കോ, തുകൽ എന്നിവയുടെ ഉൽപാദനമാണ് ബ്രൗൺ വിപ്ലവം. പിങ്ക് വിപ്ലവമാണ് മാംസ്യം, പൗൾട്രി എന്നിവയുടെ ഉൽപാദനം. സ്വർണ്ണ വിപ്ലവം പഴം, പച്ചക്കറി, തേൻ എന്നിവയുടെ ഉൽപാദനമാണ് സ്വർണ്ണ വിപ്ലവം. അടുത്തത് റൗണ്ട് വിപ്ലവമാണ്. റൗണ്ട് വിപ്ലവം എന്താ? ഉരുളക്കിഴങ്ങ് ഉൽപാദനവുമായി ബന്ധപ്പെട്ടാണ് റൗണ്ട് വിപ്ലവം. അടുത്തതാണ് സിൽവർ വിപ്ലവം. സിൽവർ അല്ലെങ്കിൽ ഫൈബർ വിപ്ലവം എന്ന് പറയുന്നത്. സിൽവർ ഫൈബർ വിപ്ലവം പരുത്തി ഉൽപാദനവുമായി ബന്ധപ്പെട്ടാണ് സിൽവർ ഫൈബർ വിപ്ലവം. അടുത്തത് ഗോൾഡൻ ഫൈബർ വിപ്ലവം എന്ന് പറയുന്നത് ചണം ഉൽപാദനവുമായി ബന്ധപ്പെട്ടതാണ് എന്തെന്ന് പറയുന്നത്? ഗോൾഡൻ ഫൈബർ വിപ്ലവം എന്ന് പറയുന്നത് ചണം ഉൽപാദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഒത്തിരി തവണ PSC എന്ത് ചെയ്തേക്കുന്നതാണ്? ചോദിച്ചു പോയേക്കുന്നതാണ്. ഓക്കെ, നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. 13ാമത്തെ ചോദ്യം. 2011 സെൻസസ് റിപ്പോർട്ട് അനുസരിച്ച് സ്ത്രീ പുരുഷ അനുപാതത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് ഇന്ത്യൻ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ക്രമപ്പെടുത്തുക എന്നതാണ് ചോദ്യം എന്ന് പറയുന്നത്. അപ്പോൾ 2011 സെൻസസ് റിപ്പോർട്ട് അനുസരിച്ച് സ്ത്രീ പുരുഷ അനുപാതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ
സംസ്ഥാനങ്ങളെ കേന്ദ്രഭരണ പ്രദേശങ്ങളെ ക്രമപ്പെടുത്തുക. ആന്ധ്രാപ്രദേശ്, അതേപോലെ തമിഴ്നാട്, പുതുച്ചേരി, കേരളം, ഛത്തീസ്ഗഡ്. ഏതാണ് ഇതിൻ്റെ അകത്ത് ശരിയായിട്ടുള്ള ക്രമം എന്ന് പറയുന്നത് ഏതാണ്? ആ അതായത് ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ അകത്ത് കറക്റ്റായിട്ട് വരുന്നത്. ഓപ്ഷൻ സി 4, 3, 2, 1, 5. ഓക്കെ, അപ്പോൾ 4 എന്ന് പറയുന്നത് ഏതാണ്? 4 എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം കേരളമാണ്. 4 കഴിഞ്ഞാൽ അടുത്തതാണ് 3 എന്ന് പറയുന്നത് പുതുച്ചേരി. അത് കഴിഞ്ഞാൽ പിന്നെ ഏതാണ്? ഛത്തീസ്ഗഡ്. അത് കഴിഞ്ഞാൽ ഏതാണ്? അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആന്ധ്രാപ്രദേശാണ്. അത് കഴിഞ്ഞാൽ ഏതാണ്? ഏറ്റവും അവസാനം വരുന്നതാണ് ഏതെന്ന് പറയുന്നത് ഛത്തീസ്ഗഡ്. ഓക്കെ, ഛത്തീസ്ഗഡാണ് 5ാമത് വരുന്നത്. ഓക്കെ, അതിക്ക് മുമ്പ് വരുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ ആന്ധ്രാപ്രദേശ്. ഓക്കെ, അപ്പോൾ നമുക്ക് സംസ്ഥാനം, കേന്ദ്രഭരണ പ്രദേശം, സ്ത്രീ പുരുഷ അനുപാതം. ഓക്കെ, അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 2011 സെൻസസ് പ്രകാരം ഫസ്റ്റ് മുതൽ അവസാനം വരെയുള്ളത് എപ്പോഴും ഒന്ന് ഓർത്ത് വയ്ക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ PSC എക്സാമുകളിൽ ഇനിയും ഉള്ള എന്താണ് വരാനിരിക്കുന്ന എക്സാമുകളിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് ഈ ഒരു കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ ഓരോ സംസ്ഥാനത്തെയും സ്ത്രീ പുരുഷ അനുപാതം എത്രയാണ്, 1000-ൽ എത്ര സ്ത്രീകൾ, 1000 പുരുഷന്മാർക്ക് എത്രയാണ് സ്ത്രീകൾ എന്നുള്ളത് വേണമെങ്കിൽ ഒന്ന് പഠിച്ചു വയ്ക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അതിൻ്റെ അകത്ത് എന്താണ് നിലവിൽ ആൻഡമാൻ നിക്കോബാർ, പുതുച്ചേരി, തമിഴ്നാട്, കേരളം, ലക്ഷദ്വീപ്, ഗോവ, ഇവിടെയൊക്കെ നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയാം. അതായത് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ 1876 നിലവിൽ, 1000 പുരുഷന്മാർക്ക് 876 സ്ത്രീയാണ്. പുതുച്ചേരിയിൽ 1037. അതേപോലെ തന്നെ എവിടെയാണ് നമ്മുടെ തമിഴ്നാട് 996 സ്ത്രീകളാണ് ഉള്ളത് 1000 പുരുഷന്മാർക്ക്. കേരളത്തിൽ 1000-ന് 1084 സ്ത്രീകളാണുള്ളത്. ലക്ഷദ്വീപ് 946 അതേപോലെ തന്നെ ഗോവയിൽ 973, കർണാടക 973. അപ്പോൾ ഞാനിങ്ങനെ വെറുതെ നമ്പർ മാത്രം പറഞ്ഞു പോയിട്ട് കാര്യമില്ല. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തിയാൽ മതി. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ഏതാണെന്നുള്ളത് നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് PDF ആയിട്ടൊന്ന് ഇട്ടേക്കാം. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 14ാമത്തെ ചോദ്യമാണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ ആരാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ ആരാണ്? ഓപ്ഷൻ നോക്കി. ഊർജിത് പട്ടേൽ, D സുബ്ബറാവു, ശക്തികാന്ത ദാസ്, രഘുറാം രാജൻ. ഏതാണ്? ശക്തികാന്ത ദാസ് ആണ്. ഒരു രാജ്യത്തിൻ്റെ പണ സംവിധാനത്തിൻ്റെ ഏറ്റവും ഉയർന്ന സ്ഥാപനമാണ്, അല്ലെങ്കിൽ കേന്ദ്ര ബാങ്ക് എന്നറിയപ്പെടുന്ന ബാങ്കാണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. 1 രൂപ നോട്ടിലൊഴികെ മറ്റ് കറൻസി നോട്ടുകളിൽ ഒപ്പുവയ്ക്കുന്നത് RBI ഗവർണറാണ്. 1 രൂപ നോട്ടിൽ ഒപ്പുവയ്ക്കുന്നത് ധനകാര്യ സെക്രട്ടറിയുമാണ്. ഒത്തിരി തവണ ചോദിച്ചേക്കുന്ന ചോദ്യമാണ്. പ്രത്യേകിച്ച് LGS എക്സാമുകളിൽ ഉറപ്പായിട്ടും ചോദിക്കുന്ന എക്കണോമിക്സ് വിഭാഗത്തിൽ നിന്നുള്ള ഒരു ചോദ്യമാണ് ഈ പറയുന്ന 1 രൂപ നോട്ടിൽ ഒപ്പുവയ്ക്കുന്നത് ആരാണെന്നുള്ളത്. അത് ധനകാര്യ സെക്രട്ടറിയാണ്. RBIയുടെ ആദ്യ ഗവർണറാണ് ഒസ്ബോൺ സ്മിത്ത് എന്ന് പറയുന്നത്. 1926 റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻഷ്യൽ പ്രകാരം നിലവിൽ വന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇന്ത്യക്കാരനായ ആദ്യ ഗവർണറാണ് സർ CD ദേശ്മുഖ് എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ കാലം RBIയുടെ ഗവർണറായിരുന്ന വ്യക്തിയാണ് B രാമറാവു. RBIയുടെ 2ാമത്തെ ഗവർണറാണ് ജെയിംസ് ടെയ്ലർ എന്ന് പറയുന്നത്. ഇന്ത്യൻ കറൻസി നോട്ടിൽ ഒപ്പുവെച്ച ആദ്യ RBI ഗവർണറാണ് ജെയിംസ് ടെയ്ലർ എന്ന് പറയുന്ന വ്യക്തി. ഇന്ത്യൻ കറൻസി നോട്ടിൽ ഒപ്പുവെച്ച ആദ്യ RBI ഗവർണറാണ് ജെയിംസ് ടെയ്ലർ. റിസർവ് ബാങ്ക് ഗവർണർ പദവി വഹിച്ചിട്ടുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് മൻമോഹൻ സിംഗ്. RBI ഗവർണറാവുന്ന RBI ഉദ്യോഗസ്ഥനാണ് M നരസിംഹം. ഇന്ത്യയിലെ ബാങ്കിംഗ് പരിഷ്കാരങ്ങളുടെ പിതാവെന്നറിയപ്പെടുന്നത് M നരസിംഹമാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യം നേടിയ സമയത്തെ RBI ഗവർണറാണ് CD ദേശ്മുഖ്. ഏറ്റവും കുറഞ്ഞ കാലം RBI ഗവർണർ ആയിരുന്നത് അമിതവ് ഘോഷാണ്. റിസർവ് ബാങ്ക് നിലവിലെ ഗവർണർ ശക്തികാന്ത ദാസ്. 25ാമത്തെ ഗവർണറാണ് ശക്തികാന്ത ദാസ്. RBIയുടെ 22ാമത്തെ ഗവർണറാണ് ഡോക്ടർ D സുബ്ബറാവു. RBIയുടെ 23ാമത്തെ ഗവർണറാണ് രഘുറാം രാജൻ. രഘുറാം രാജൻ്റെ പ്രധാന പുസ്തകം ചോദിക്കാറുണ്ട്, ഐ ഡു വാട്ട് ഐ ഡു ആരുടെ പുസ്തക? രഘുറാം രാജൻ. RBIയുടെ 24ാമത്തെ ഗവർണറാണ് ഊർജിത് പട്ടേൽ. ആരാണ്? ഊർജിത് പട്ടേൽ. ഓക്കെ, അപ്പോൾ അത്രയും കാര്യം RBIയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. എല്ലാവരും ഓർത്തു വയ്ക്കുക. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. 4 ഓപ്ഷൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഡിസ്ക്രൈബ് ചെയ്ത് പോയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 14ാമത്തെ ചോദ്യം കഴിഞ്ഞു. 15ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുടെ അടിസ്ഥാന ലക്ഷ്യങ്ങൾ ഏതെല്ലാമാണ്?
സാമ്പത്തിക വളർച്ച, സ്വാശ്രയാസത്വം, ആധുനികവൽക്കരണം, കയറ്റുമതി. ഏതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്? ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉം 3ഉം ഇതിൻ്റെ അകത്ത് ശരിയാണ്. അപ്പോൾ താഴെ പറയുന്നവർ ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുടെ അടിസ്ഥാന ലക്ഷ്യങ്ങൾ ഏതൊക്കെയാണ്? അതായത് 1ഉം 2ഉം 3ഉം സാമ്പത്തിക വളർച്ച, സ്വാശ്രയത്വം, ആധുനികവൽക്കരണം. ഇതെല്ലാം എന്താണ്? പഞ്ചവത്സര പദ്ധതികളുടെ മെയിൻ ആയിട്ടുള്ള എന്താണ് ലക്ഷ്യങ്ങളാണ്. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് അത് എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് ഓടിച്ചു നോക്കാം. എന്തൊക്കെയാണ്? ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിൻ്റെ ലക്ഷ്യങ്ങളാണ്. സമൂഹത്തിൻ്റെ പൊതുവായ ആവശ്യങ്ങളെ അടിസ്ഥാനത്തിലാണ് സാമ്പത്തിക ആസൂത്രണത്തിൻ്റെ ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുന്നത്. ആസൂത്രണത്തിൻ്റെ ലക്ഷ്യങ്ങളാണ് തുല്യത, സ്വാശ്രയത്വം, വളർച്ച, ആധുനികവൽക്കരണം എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് ഒന്നാമത്തെയാണ് വളർച്ച എന്ന് പറയുന്നത്. രാജ്യത്തെ മൊത്തം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപ്പാദന വർധനവിനെയാണ് നമ്മൾ വളർച്ച എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്തത് ആധുനികവൽക്കരണം. അതായത് യന്ത്രങ്ങളും സാങ്കേതിക വിദ്യയും വികാസം പ്രാപിച്ച് ഉൽപാദന വർധനവും മനുഷ്യ പ്രയത്നത്തിൻ്റെ ലഘൂകരണത്തിനും കാരണമാവുകയായി. നൂതന സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്താത്തതിനാലാണ് ആധുനികവൽക്കരണം എന്ന് പറയുന്നത്. ഇനി ആധുനികവൽക്കരണം ചരക്കു നീക്കവും യാത്ര വേഗത്തിലാക്കി. ഇത് സമയലാഭവും അതിലൂടെയുള്ള സാമ്പത്തിക നേട്ടവും ഉണ്ടാക്കി. ആധുനിക വാർത്താവിനിമയ സൗകര്യങ്ങൾ ജീവിത നിലവാരവും സുരക്ഷിതത്വവും വർദ്ധിക്കുന്നതിനും ഗവൺമെൻറ്റിൻ്റെ സേവനങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ജനങ്ങളിലേക്ക് എത്തുന്നതിനും എന്ത് ചെയ്തു? ഉപകരിച്ചു. ഇനി എന്താണ് സ്വാശ്രയത്വം എന്നതുകൊണ്ട്? അതായത് ലഭ്യമായ വിഭവങ്ങൾ ഉപയോഗിച്ച് ഇന്ത്യയുടെ മാനവശേഷി പ്രയോജനപ്പെടുത്തി കൃഷി മേഖലയിലും വ്യവസായ മേഖലയും സേവന മേഖലയും സ്വയം പര്യാപ്തത നേടാനും വിദേശ ആശ്രയത്വം ഇല്ലാതാക്കാനുമാണ് സ്വാശ്രയത്വം ലക്ഷ്യമിടുന്നത്. സാമ്പത്തിക ലാഭവും മനുഷ്യ വിഭവശേഷിയുടെ പ്രയോജനപ്പെടുത്തലും ഇതിലൂടെ സാധ്യമാക്കുന്നു. അടുത്തത് തുല്യത അല്ലെങ്കിൽ സമത്വം എന്നതുകൊണ്ട് ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുകയും സമ്പത്തിൻ്റെ നീതിപൂർവമായ വിതരണവും സാധ്യമാക്കുകയും ചെയ്യുക എന്നതാണ് തുല്യതയുടെ ലക്ഷ്യമെന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വളർച്ചയും ആധുനികവൽക്കരണവും സ്വാശ്രയത്വവും പൂർണ്ണമായും ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തണമെങ്കിൽ തുല്യത ഉറപ്പാക്കേണ്ടത് എന്താണ്? അനിവാര്യമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളിൻ്റെ അകത്ത്, അതായത് ഈ പറയുന്ന നമ്മുടെ എന്താണ് പഞ്ചവത്സര പദ്ധതി എന്തൊക്കെയാണ് ലക്ഷ്യമിടുന്ന പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ പഞ്ചവത്സര പദ്ധതി അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത് 15 ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ വസ്തുതകളുമാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് LGS അതേപോലെ ഇനി എന്താണ് LDC എക്സാം ബാക്കിയുള്ള ജില്ലക്കാർക്ക് എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന തരത്തിലാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും ഇതിൻ്റെ കാര്യങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലായി എന്ന് കരുതുന്നു. കുറച്ച് സ്പീഡിലാണ് പോയത്, കാരണം ഒരു റിവിഷൻ എന്ന ലെവലിൽ തന്നെയാണ് നമ്മളിത് പോകുന്നത്. അപ്പോൾ അടുത്ത ദിവസം തന്നെ, ഏറ്റവും അടുത്ത ദിവസം തന്നെ നമ്മൾ LGSൻ്റെയും അതേപോലെ തന്നെ സെക്രട്ടേറിയറ്റിൻ്റെയും ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അത് തുടങ്ങിക്കഴിയുമ്പോൾ എല്ലാം നമുക്ക് സിസ്റ്റമാറ്റിക്കായിട്ട് ഓരോ സബ്ജക്റ്റ് വൈസ് പോകാം. അതിക്ക് മുന്നോടിയായിട്ടാണ് കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പറുകൾ വർക്കൗട്ട് ചെയ്യാം എന്ന് കരുതി ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അടുത്ത നമ്മുടെ ഈ പറയുന്ന LGSും അതേപോലെ തന്നെ LDCക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വളരെയധികം പ്രയോജനപ്പെടുന്ന തരത്തിലാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇതിൻ്റെ ബാക്കി സെക്ഷൻ, അതായത് ഒരു 15 എണ്ണമാണ് നമ്മൾ ചെയ്തോളൂ, ബാക്കി 50 ചോദ്യങ്ങളാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഉദ്ദേശിച്ചേക്കണേ. ബാക്കിയുള്ള ചോദ്യങ്ങൾ കൂടി നിങ്ങൾക്ക് ആവശ്യമുണ്ട് അല്ലെങ്കിൽ അത് ഉപകാരപ്രദമാണെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങളുടെ അഭിപ്രായം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരത്തേക്കും ഷോർട്ട് ബ്രേക്ക്. സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാടൻ. താങ്ക് യു.